പിന്നെ നിങ്ങൾ എൻ്റെ പിന്നെ കഥ കേട്ടിരിക്കുകയില്ല. ഞാൻ ആ കഥ പറയാം. ആരോഗ്യം, ബുദ്ധിശക്തി, ഉത്കർഷേച്ഛ ഇവയൊക്കെ തികഞ്ഞ ഒരു വിദ്യാർത്ഥി ഒരിക്കൽ ഒരു ലോകവിരക്തന്റെ അടുത്തു ചെന്നു. പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ആ പയ്യന്റെ ഭാവിയെപ്പറ്റി എന്തെല്ലാമാണ് വിചാരിച്ചിരിക്കുന്നതെന്നു സന്യാസി ചോദിച്ചു. ഞാൻ പരീക്ഷയിൽ എല്ലാം ഒന്നാമതായി ജയിക്കും എന്ന് ഔദത്യത്തോടെ ആ കുട്ടി മറുപടി പറഞ്ഞു. സന്യാസി: വളരെ സന്തോഷം. പിന്നെ ഞാൻ ഉദ്യോഗത്തിൽ കയറും. പിന്നെ ഉദ്യോഗം ഭരിച്ചു. പിന്നെ ഞാൻ അതിസുന്ദരിയായ ഒരു യുവതിയെ വിവാഹം ചെയ്യും. അങ്ങനെ സുഖമായി ജീവിച്ചു. അങ്ങനെയൊന്ന് ജീവിക്കുമെന്ന്. അതെ, എത്ര കാലം വേണമെങ്കിലും ജീവിച്ചുകൊള്ളൂ. പിന്നെ പ്രൊമോഷൻ ഒക്കെ കിട്ടും, വലിയ ശമ്പളം കിട്ടും. പിന്നെ കുഞ്ഞുങ്ങളുണ്ടാവും. അവരെ ഉത്കൃഷ്ട വിദ്യാഭ്യാസം ചെയ്യിക്കും. അവർക്ക് ഉദ്യോഗങ്ങൾ കിട്ടും. അങ്ങനെ ഞാൻ അങ്ങ് സുഖിച്ചിരിക്കും. ഞാൻ ഒട്ടധികം സമ്പാദിക്കും. ഒന്നാന്തരം കാർ വാങ്ങും. വലിയ ബംഗ്ലാവുകൾ വെക്കും. പിന്നെ അങ്ങനെ അങ്ങ് ഇരിക്കുമെന്ന്. സമ്മതിച്ചു. പിന്നെ എന്തു പറയാനാണ്? എന്തെന്നു പറഞ്ഞാൽ മതി. ആ പ്രസന്ന മുഖത്തിൽ കാർമേഘത്തിന്റെ ചില അസ്പഷ്ട ലാഞ്ചനകൾ പകർന്നു. ഇളകിക്കൊണ്ടിരുന്ന നേത്രങ്ങൾ അല്പസമയത്തേക്ക് നിശ്ചലങ്ങളായി. എന്നിട്ട് ആ ബാലൻ പറഞ്ഞു, അതെ, ഞാൻ പെൻഷൻ വാങ്ങും. കൊള്ളാം. എന്നിട്ട് എല്ലാവരുടെയും സുഖം കണ്ടുകൊണ്ട് അങ്ങിരിക്കും. പിന്നെ സുഖമായി അങ്ങിരിക്കും. പിന്നെ ആ കുമാരന്റെ ശബ്ദം ഇടറി. അഭേദ്യമായ അന്ധകാര മഹാസാഗരം മുമ്പിൽ തിരതല്ലുന്നതായി അവൻ കണ്ടു. ആ കൂരിരുട്ടിൽ എന്തൊക്കെയോ നീങ്ങുന്നതായും അവ്യക്ത സ്വരങ്ങൾ കേൾക്കുന്നതായും തോന്നി. അലൗകികമായ ശൈത്യം വഹിക്കുന്ന കാറ്റ് കടൽ പരപ്പിൽ നിന്നുയർന്നു തന്റെ ശരീരം ഇളക്കിയെടുക്കുന്നുവെന്നു സംഭ്രാന്തനായി. അപ്പോഴാണ് അതുവരെ കണ്ട പേക്കിനാക്കളുടെ അപ്പുറത്തായി ഉറച്ചു നിൽക്കുന്ന പരമയാഥാർത്ഥ്യത്തെ പറ്റിയുള്ള ചിന്ത ആ പാവത്തിൽ ഉദിച്ചത്. മുഖം വാടി, ദേഹം തളർന്നു. സന്യാസി പറഞ്ഞു, അപ്പോൾ പിന്നെ ഏതോ ഒന്നുണ്ട്.